ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഹെൽത്തി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ. ഹെൽത്തി ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയാൻ കാരണം ഫ്രഞ്ച് ഫ്രൈസ് അൺഹെൽത്തി ആവുന്നത് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ എയർ ഫ്രയറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്നോ രണ്ടോ വലിയ പൊട്ടറ്റോ തോല് കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നോർമൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം എയർ ഫ്രയറിൽ വെക്കുന്ന സമയത്ത് അത് ചെറുതായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പീസസും ഏകദേശം ഒരേ സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ ഓരോരോ ഷേപ്പിലായി പോയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്കത് ശരിയാക്കിയെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് നേരം അതൊന്ന് ഇട്ട് വെക്കണം കേട്ടോ. അതിന് സ്റ്റാർച്ച് എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കേട്ടോ കേട്ടത്. ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൽ മുങ്ങി നിന്നാൽ മതി കേട്ടോ. അപ്പോഴേക്കും അതിന് സ്റ്റാർച്ചൊക്കെ പോയി കിട്ടും. ഒരു 10-15 മിനിറ്റിന് ശേഷം നല്ല വൃത്തിയുള്ള ഉണങ്ങിയിട്ടുള്ള ഒരു ടവൽ എടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊട്ടറ്റോയിലെ വെള്ളം ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ പൊട്ടറ്റോ സ്ലൈസസ് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം ഈ തുണിയിൽ നമുക്കൊന്ന് പരത്തിയിടാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അത് ഡാബ് ചെയ്തിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒപ്പിയെടുത്താൽ മതി. അപ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ പോയി കിട്ടും. വെള്ളമൊക്കെ നന്നായി പോയതിന് ശേഷം നമുക്ക് ആ പൊട്ടറ്റോ സ്ലൈസസ് എടുത്തിട്ട് നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, നമ്മളിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കൈ കുറച്ച് ചൂടെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു 2 തുള്ളി മാത്രമേ ആക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഉപ്പും മുളകും മഞ്ഞളും എല്ലാ പൊട്ടറ്റോൻ്റെ മേലും എല്ലാ സ്ഥലത്തും ഒരുപോലെ പിടിക്കുന്ന പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോസ് എയർ ഫ്രയറിലേക്ക് ഇടാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂയതിന് ശേഷം വയ്ക്കാം. നമ്മളിപ്പോൾ ഹെൽത്തി നോക്കുന്നതുകൊണ്ട് എണ്ണയാക്കുന്നില്ല കേട്ടോ. ഡയറക്റ്റ് ഇതിലേക്ക് ആ പൊട്ടറ്റോ സ്ലൈസസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും സെപ്പറേറ്റ് ഇങ്ങനെ മാറി നിൽക്കുന്ന പോലെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അതിനുശേഷം നമുക്ക് എയർ ഫ്രയറിലേക്ക് വെക്കാം. എന്നിട്ടൊരു ടൈം സെറ്റ് ചെയ്തെടുക്കാം. ഒരു 16 മിനിറ്റിൽ ഒരു 190 ഹീറ്റിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതായത് 16 മിനിറ്റ് ആണെങ്കിൽ ഒരു 8 മിനിറ്റ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അത് ഇളക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് 8 മിനിറ്റും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ സെറ്റ് ചെയ്താൽ മതി. അത് കട്ട് ചെയ്തതിനനുസരിച്ചിട്ട് ചിലപ്പോൾ വേവിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. 16 മിനിറ്റിന് ശേഷം നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എയർ ഫ്രയറിൻ്റെ ട്രേയിൽ നിന്ന് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. സോസ് കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. അവിടെ കുറച്ച് അൺഹെൽത്തി പോയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം, സോസ് വേണോ വേണ്ടേ എന്നുള്ളത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇത്. നോർമൽ കടയിൽ കിട്ടുന്ന ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇത് ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ഓയിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടണേ.